മതം മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളിൽ ഇന്നോളം നിലനിൽക്കുന്ന, ഇനി അങ്ങോട്ടും എന്നെന്നും നിലനിൽക്കാൻ പോകുന്ന ഒരേ ഒരു സംഗതി, അതാണ് മതം. 1,00,000-ൽ വർഷമായി മനുഷ്യൻ ജീവിതത്തിന്റെയും മരണത്തിന്റെയും പ്രകൃതി ചക്രങ്ങളുടെയും പ്രപഞ്ചത്തിന്റെ വിശാലതയുടെയും അതിൽ മനുഷ്യന്റെ സ്ഥാനത്തിന്റെയും എല്ലാം അർത്ഥം തേടിക്കൊണ്ടിരിക്കും. എന്നാൽ നാം മനുഷ്യർ എന്തിനാണ് മതം കണ്ടുപിടിച്ചത്? പ്രാകൃതമായ ആചാരങ്ങളിൽ നിന്ന് നാം ഇന്ന് കാണുന്ന മഹത്തായ സംഘടിതമായ വിശ്വാസങ്ങളിലേക്ക് അതെങ്ങനെയാണ് പരിണമിച്ചത്? ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം. ചെറുതല്ല കാര്യത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. BCE 1,00,000 മുതൽ 10,000 വരെ വർഷങ്ങളിലാണ് വിശ്വാസത്തിന്റെ പിറവി അഥവാ വിശ്വാസത്തിന്റെ തുടക്കം എന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. മതപരമായ ചിന്തയുടെ ആദ്യകാല അടയാളങ്ങൾ ചരിത്രാതീത കാലഘട്ടത്തിന്റെ ആഴങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. നിയാൻഡർതാലുകളുടെയും ഹോമോസേപ്പിയൻസിന്റെയും ശവശരീരങ്ങൾ മറവ് ചെയ്ത പല സ്ഥലങ്ങളിൽ നിന്നും ഉപകരണങ്ങളും ആയുധങ്ങളും ഭക്ഷണ സാധനങ്ങളും പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ആ ആളുകളുടെ, നിയാൻഡർതാലുകളുടെയും പഴയകാല ഹോമോസേപ്പിയൻസിന്റെയും മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. മരണം അവസാനമായിരുന്നില്ല എന്ന് ഉള്ള ഒരു ധാരണ. മറ്റേതൊരു മൃഗത്തെയും പോലെ ആയിരുന്നില്ല മനുഷ്യർ. കാണാൻ കഴിയാത്ത കാര്യങ്ങൾ, ഉദാഹരണത്തിന് ആത്മാക്കൾ, പൂർവികർ, അദൃശ്യ ശക്തികൾ എന്നിവയെ പറ്റിയെല്ലാം സങ്കല്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. മനുഷ്യന് കഴിയുന്നുണ്ട്. ഈ ഭാവന കേവലം ഒരു സർഗസൃഷ്ടിയായിരുന്നില്ല, അത് അതിജീവനത്തിന്റെ ഒരു മാർഗമായിരുന്നു. പ്രകൃതി ദുരന്തങ്ങൾക്കും രോഗങ്ങൾക്കും മരണത്തിനും ഇത്തരം സങ്കല്പങ്ങളും ചിന്തകളും ആ ആൾക്കാർക്ക്, പൂർവികർക്ക് ഒരു പരിധിവരെ അർത്ഥം നൽകി എന്ന് വേണം കരുതാൻ. നിയാൻഡർതാലുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിലുള്ള ഷെയ്നിദാർ ഗുഹകൾ, അപ്പർ പാലിയോലിത്തിക് ആർക്കിയോളജിക്കൽ സൈറ്റായ റഷ്യയിലെ സങ്കീർ പോലെയുള്ള ശ്മശാന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഫോസിലുകൾ 40,000 മുതൽ 1,00,000 വർഷം വരെ പഴക്കമുള്ള ആചാരങ്ങളിലേക്കുള്ള സൂചനയാണ് നൽകുന്നത്. മനുഷ്യൻ ലോകത്തെ വ്യാഖ്യാനിക്കാൻ സഹായിച്ച വൈജ്ഞാനിക പ്രക്രിയകളിൽ നിന്നാണ് മതം രൂപപ്പെട്ടതെന്ന് നരവംശശാസ്ത്രജ്ഞനായ പാസ്കൽ ബോയർ 2001 രചിച്ച റിലിജൻസ് എക്സ്പ്ലെയിൻഡ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. BCE 10,000 മുതൽ BCE 5,000 വരെ മനുഷ്യർക്കിടയിൽ മറ്റൊരു തരം വിശ്വാസം പടരാൻ തുടങ്ങി. അതാണ് അനിമിസം. ഒരുപക്ഷെ അനിമിസം ആയിരുന്നു മനുഷ്യന്റെ ആദ്യത്തെ മതം എന്ന് വേണം കരുതാൻ. അനിമിസം എന്നാൽ സർവാത്മവാദം. അതായത് ഓരോ മരത്തിലും നദിയിലും പർവ്വതങ്ങളിലും മൃഗങ്ങളിലുമെല്ലാം ഒരു ചൈതന്യം അഥവാ ആത്മാവ് ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് അനിമിസത്തിന്റെ ഒരു സത്ത. ലോകം അദൃശ്യ ശക്തികളാൽ ഭരിക്കപ്പെടുന്നു അല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ള ചിന്ത. ആത്മീയ നേതാക്കന്മാരായ ഷാമന്മാർ ആണ് മനുഷ്യരും ആത്മീയ ലോകവും തമ്മിലുള്ള ഒരു മധ്യവർത്തികളായി ആ കാലഘട്ടത്തിൽ വർത്തിച്ചത്. പ്രകൃതിയിലുള്ള മനുഷ്യന്റെ ആശ്രയത്വമാണ് ഈ അനിമിസം എന്ന മതം അല്ലെങ്കിൽ അനിമിസം എന്ന വാദം പ്രതിനിധീകരിക്കുന്നത്. ആചാരങ്ങൾ അനുഷ്ഠിക്കപ്പെടുന്നതിലൂടെ ഈ ആത്മാക്കളുടെ പ്രീതി നേടാമെന്നും അതിജീവനം ഉറപ്പാക്കാമെന്നും മനുഷ്യർ പ്രതീക്ഷിച്ചു. 1871 എഡ്വേർഡ് ടൈലർ രചിച്ച പ്രിമിറ്റീവ് കൾച്ചർ എന്ന ഗ്രന്ഥത്തിൽ അനിമിസത്തെ മതത്തിന്റെ ആദ്യ രൂപമായി നിർവചിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള തദ്ദേശീയ പാരമ്പര്യങ്ങൾ, വടക്കേ അമേരിക്കൻ, ഓസ്ട്രേലിയൻ ആദിവാസികളുടെ വിശ്വാസങ്ങൾ ഉൾപ്പെടെ പല ആചാരങ്ങളിലും അനിമിസ്റ്റിക് ചിന്തകൾ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. BCE 5,000 മുതൽ BCE 1000 ആകുമ്പോഴേക്കും മനുഷ്യർക്കിടയിൽ മറ്റൊരു തരം വിശ്വാസം പ്രബലപ്പെടുന്നതായി കാണാം. അതാണ് ബഹുദൈവത്വം. സംസ്കാരങ്ങൾ വിശാലമായതോടുകൂടി അല്ലെങ്കിൽ വികസിച്ചതോടുകൂടി മതവും സ്വാഭാവികമായും വികസിച്ചു. നദീതട സംസ്കാരങ്ങൾ ഉടലെടുത്തതോടുകൂടി മനുഷ്യൻ കൂടുതൽ കൃഷിയിൽ ആശ്രയിക്കാനായിട്ടും തുടങ്ങി. കൃഷി ചെയ്യുന്ന സമൂഹങ്ങൾക്ക് സൂര്യൻ, മഴ, വിളവെടുപ്പ്, ഫലഭൂയിഷ്ഠത എന്നിവയെ സ്വാഭാവികമായും വിശദീകരിക്കേണ്ടതായിട്ടും അളക്കേണ്ടതായിട്ടും വിശകലനം ചെയ്യേണ്ടതായിട്ടും വന്നു. അതോടുകൂടി അനിമിസ്റ്റിക് ചൈതന്യങ്ങൾക്ക് മനുഷ്യ സവിശേഷതകളുള്ള ദേവന്മാരുടെയും ദേവതകളുടെയും രൂപം കൽപ്പിച്ചു, അല്ലെങ്കിൽ അത്തരത്തിലൊരു രൂപാന്തരം സംഭവിച്ചു. മെസപ്പൊട്ടേമിയ, ഈജിപ്ത്, ഗ്രീസ്, ഇന്ത്യ എന്നീ എന്നിവിടങ്ങളിൽ ദേവന്മാരുടെ ഒരു കൂട്ടം ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും നിയന്ത്രിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഭരിക്കുന്നു എന്ന വിശ്വാസം നിലവിൽ വന്നു. പന്തിയോൻ എന്നാണ് ദേവതകളുടെ ഇത്തരം കൂട്ടത്തെ അറിയപ്പെട്ടിരുന്നത്. ഇങ്ങനെ മതം അതിജീവനത്തിന് പുറമെ സാമൂഹിക ക്രമത്തിന്റെ ഒരു ഉപാധി കൂടിയായി മാറി. രാജാക്കന്മാർ തങ്ങളുടെ അധികാരം ദൈവികമായി അവകാശപ്പെട്ടു. പുരോഹിതന്മാർ പ്രപഞ്ചപരമായ സന്തുലിതാവസ്ഥ നിയന്ത്രിക്കാൻ, ക്രമീകരിക്കാൻ ആചാരങ്ങൾ സംഘടിപ്പിച്ചു. ഏറ്റവും പഴക്കം ചെന്ന മതപരമായ ഇതിഹാസങ്ങളിലൊന്നാണ് എപ്പിക് ഓഫ് ഗിൽഗമേഷ്. ഇത് ഏതാണ്ട് BCE 2100 വർഷത്തെ പഴക്കമാണ് കൽപ്പിക്കപ്പെടുന്നത്. ഈജിപ്ഷ്യൻ ബുക്ക് ഓഫ് ഡെഡ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ബഹുദൈവ വിശ്വാസങ്ങളെയാണ് ചിത്രീകരിക്കുന്നത്. ക്രിസ്തുവിന് മുമ്പ്, അതായത് BCE 1000 മുതൽ ക്രിസ്തു വർഷം അഥവാ CE 600 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു പുതിയ വിശ്വാസ രീതിക്ക് തുടക്കം കുറിച്ചു അല്ലെങ്കിൽ വ്യാപിക്കാൻ തുടങ്ങിയ മനുഷ്യർക്കിടയിൽ.
അതാണ് ഏകദൈവം. ഇത് കാലക്രമേണ സംഭവിച്ചതാണ്. ക്രമേണ ചില സംസ്കാരങ്ങൾ നിരവധി ദേവന്മാരിൽ നിന്ന് അല്ലെങ്കിൽ ബഹുദൈവത്വത്തിൽ നിന്ന് ഒരൊറ്റ പരമോന്നത ദൈവം, ഒരൊറ്റ പരമോന്നത ശക്തി എന്ന വിശ്വാസത്തിലേക്ക് മാറി. യഹൂദന്മാരുടെ പൂർവികർ എന്ന് കരുതപ്പെടുന്ന എബ്രായർ ഉടമ്പടിക്കും ധാർമ്മികതയ്ക്കും ഊന്നൽ നൽകി യാഹ്വേയെ ആരാധിച്ചു പോന്നു. പേർഷ്യയിലെ സൊറോവാസ്റ്റർ ഇരുട്ടിന്റെ ശക്തികൾക്കെതിരെ പ്രകാശത്തിന്റെ ഒരൊറ്റ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. പിന്നീട് ക്രിസ്തുമതവും ഇസ്ലാം മതവും ഏകദൈവ വിശ്വാസം ഭൂഖണ്ഡങ്ങളിൽ ഉടനീളം വ്യാപിപ്പിച്ചു. അതിനു മുമ്പുണ്ടായിരുന്ന വിശ്വാസ രീതികളിൽ നിന്ന് ഏകദൈവ വിശ്വാസം ശക്തമായ ഒരു ആശയമാണ് മുന്നോട്ട് വെച്ചത്. ഒരു ദൈവിക ശക്തിയുടെ ഇച്ഛാശക്തിയുടെ കീഴിൽ ധാർമ്മിക നിയമത്തിലൂന്നിയ ഐക്യം. ഈ മാറ്റത്തോടുകൂടി മതം സമുദായങ്ങളെയും നിയമങ്ങളെയും സ്വത്വത്തെയും രൂപപ്പെടുത്തുന്ന ഒരു ആഗോള ശക്തിയായി മാറി. ഹീബ്രു ബൈബിളും ചാവുകടൽ ചുരുളും ഈ അഭിപ്രായത്തെ പിന്താങ്ങുന്നുണ്ട്. 1947 ചാവുകടലിന്റെ തീരത്തെ ഗുഹകളിൽ നിന്ന് ലഭിച്ച പുരാതന ലിഖിതങ്ങളാണ് ചാവുകടൽ ചുരുൾ അഥവാ ഡെഡ് സീ സ്ക്രോൾ എന്നറിയപ്പെടുന്നത്. BCE 3 മുതൽ 1-ാം സഹസ്രാബ്ദം വരെ പഴക്കമുണ്ട് ഈ ലിഖിതത്തിന് എന്നാണ് കരുതപ്പെടുന്നത്. ഇന്നോളം അറിവുള്ള ഏറ്റവും പുരാതനമായ ബൈബിൾ ലിഖിതവും കീർത്തനങ്ങളും ഈ ലിഖിതത്തിൽ അടങ്ങിയിരിക്കുന്നു. അവെസ്ത എന്ന സോറോവേസ്ട്രിയൻ ഗ്രന്ഥവും നേരത്തെ പറഞ്ഞ ഹീബ്രു ബൈബിളും ചാവുകടൽ ചുരുളുമെല്ലാം ഏകദൈവ വിശ്വാസം രൂപപ്പെട്ടതിന് തെളിവുകളായി കരുതപ്പെടുന്നു. 1993 പ്രസിദ്ധീകരിക്കപ്പെട്ട കാരൻ ആംസ്ട്രോങ് എഴുതിയ ദ ഹിസ്റ്ററി ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിൽ ഏകദൈവ വിശ്വാസത്തിന്റെ വളർച്ച എങ്ങനെയാണ് ഉണ്ടായതെന്ന് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ക്രിസ്തുവർഷം അഥവാ CE 600 മുതൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം വരെ ആകുമ്പോഴേക്കും മതങ്ങൾ ഒരു സംഘടിത ശക്തിയായി മാറുന്നതിന്റെ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ക്രമേണ മതം കേവലം വിശ്വാസത്തിനപ്പുറം സ്ഥാപനവൽക്കരിക്കപ്പെട്ടു. ക്ഷേത്രങ്ങൾ, പള്ളികൾ, മോസ്കുകൾ, വിഹാരങ്ങൾ എന്നിവ ആരാധനയെ കേന്ദ്രീകരിക്കുന്ന ഇടങ്ങളായി. പാരമ്പര്യ വിശ്വാസങ്ങളെ നിർവചിക്കാൻ സിദ്ധാന്തങ്ങൾ അഥവാ മതതത്വങ്ങൾ രൂപപ്പെടുത്തി. മിഷണറിമാർ ഭൂഖണ്ഡത്തിലുടനീളം വിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചു. എന്നാൽ സംഘടിതമായ ഈ മതപ്രവർത്തനം സംഘർഷങ്ങൾക്കും വഴിവെച്ചു. കുരിശുയുദ്ധങ്ങൾ, ജിഹാദുകൾ, ഇൻക്വിസിഷനുകൾ, നവീകരണ പ്രസ്ഥാനം എന്നിവയെല്ലാം മതത്തിന്റെ മറ്റൊരു മുഖമാണ് വെളിപ്പെടുത്തുന്നത്. ആളുകളെ ഒന്നിപ്പിക്കുമ്പോൾ തന്നെ അത് മറ്റുള്ളവരിൽ നിന്ന് ഭിന്നതയുണ്ടാക്കുന്നതായും കാണാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും മതം കല, സംഗീതം, തത്വശാസ്ത്രം, അനുകമ്പ എന്നിവ സമൂഹങ്ങൾക്കിടയിൽ വളർത്തുന്നതിനും പ്രചോദനമായിട്ടുണ്ട്. മതം എങ്ങനെ സമ്പദ് വ്യവസ്ഥയെയും രാഷ്ട്രീയത്തെയും രൂപപ്പെടുത്തിയെന്നത് 1920 മാക്സ് വെബർ എഴുതിയ ദ സോഷ്യോളജി ഓഫ് റിലീജിയൻ എന്ന പുസ്തകം വിശദമായി പരിശോധിക്കുന്നുണ്ട്. ചരിത്രകാരനായ യുവൽ നോഹ് ഹരാരി 2021 പ്രസിദ്ധീകരിച്ച സേപ്പിയൻസ് എന്ന പുസ്തകം മതത്തെ ഒരു വൻ തോതിലുള്ള സഹകരണത്തെ പ്രാപ്തമാക്കിയ ഒരു പങ്കിട്ട കെട്ടുകഥ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മനുഷ്യൻ യഥാർത്ഥത്തിൽ മതം കണ്ടുപിടിച്ചത് എന്തിനാണ്? മതം കേവലം വിശ്വാസത്തിൽ നിന്ന് പറഞ്ഞതല്ല, മറിച്ച് ആവശ്യകതയിൽ നിന്ന് രൂപപ്പെട്ടതാണ് എന്ന് കാണാം. നമ്മുടെ പൂർവികർ ശാസ്ത്രീയമായി ഉത്തരം കണ്ടെത്താൻ അവർക്ക് കഴിവില്ലാതിരുന്ന നിഗൂഢതകളും അപകടങ്ങളും നിറഞ്ഞൊരു ലോകത്താണ് ജീവിച്ചിരുന്നത്. ശാസ്ത്രീയ അവബോധം ഇല്ലാതിരുന്ന ആ കാലത്ത് അവർ നേരിട്ടിരുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ അല്ലെങ്കിൽ ഉത്തരം തേടാൻ കണ്ടെത്തിയതാണ് ഇത്തരം വിശ്വാസങ്ങളെന്ന് നമുക്ക് അനുമാനിക്കാം. ഭൗതികശാസ്ത്രം വരുന്നതിന് മുമ്പ് ഇടിമിന്നൽ സിയൂസ് ദേവന്റെ ആയുധമായും ഇടിമുഴക്കം ദൈവങ്ങളുടെ ശബ്ദമായുമാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ജ്യോതിശാസ്ത്രം ഇല്ലാതിരുന്ന കാലത്ത് ഉദിച്ചുയർന്ന സൂര്യൻ റാ ദേവന്റെ ദൈനംദിന യാത്രയായും സൂര്യഗ്രഹണങ്ങൾ ദൈവിക കോപത്തിന്റെ ശകുനങ്ങളായും വ്യാഖ്യാനിക്കപ്പെട്ടു. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഭൂകമ്പങ്ങൾ, വെള്ളപ്പൊക്കം എന്നിവയെല്ലാം ഉന്നത ശക്തികളിൽ നിന്ന് മനുഷ്യർക്കുള്ള ശിക്ഷയോ മുന്നറിയിപ്പോ എല്ലാമായി വ്യാഖ്യാനിക്കപ്പെടും. ചുരുക്കത്തിൽ ഭൗതികശാസ്ത്രം, കാലാവസ്ഥാശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ഭൂഗർഭശാസ്ത്രം എന്നിവയുടെ അഭാവം നികത്താൻ പ്രാചീന മനുഷ്യരെ മതങ്ങൾ സഹായിച്ചു. ആദ്യകാലങ്ങളിൽ മനുഷ്യരെ സംബന്ധിച്ച് മരണം ഒരു നിഗൂഢതയായിരുന്നു. എന്തുകൊണ്ട് ജീവിതം അവസാനിക്കുന്നു, എങ്ങനെ അവസാനിക്കുന്നു, നാം എവിടേക്ക് പോകുന്നു എന്നിവയെല്ലാം ഒരുപക്ഷെ പൂർവികരായ നമ്മുടെ ആൾക്കാരെ കുഴക്കിയിരിക്കാം. ജീവശാസ്ത്രമോ വൈദ്യശാസ്ത്രമോ ഇല്ലായിരുന്നതിനാൽ അല്ലെങ്കിൽ അതേപ്പറ്റി അറിവില്ലായിരുന്നതിനാൽ മരണം എന്നത് അസാധാരണമായി അവർക്ക് തോന്നിയിട്ടുണ്ടാവാം. അതിനാൽ ആത്മാവുകൾ, ചൈതന്യങ്ങൾ, മരണാനന്തര ലോകങ്ങൾ എന്നിവയെ പറ്റിയുള്ള മിഥ്യാധാരണകൾ ഉടലെടുത്തു. ഉപകരണങ്ങളും ആഭരണങ്ങളും ആഹാരവും വെച്ചുള്ള ശവസംസ്കാര ചടങ്ങുകൾ കാണിക്കുന്നത് മനുഷ്യർ മരണത്തിന് ഒരർത്ഥം നൽകാനുള്ള മാർഗമായിട്ടാണ് മതം ഉപയോഗിച്ചത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചത് എന്നാണ്. ചുരുക്കത്തിൽ വൈദ്യശാസ്ത്രം, ശരീരഘടനാശാസ്ത്രം, ന്യൂറോ സയൻസ് എന്നിവയുടെ കുറവ് മതം ഒരു പരിധിവരെ നികത്തി. രോഗാണു സിദ്ധാന്തം അതായത് ജേം തിയറി ഇല്ലാതിരുന്ന സമയത്ത് രോഗങ്ങൾ ദുരാത്മാക്കളോ ദൈവിക ശിക്ഷയോ മൂലമാണ് ഉണ്ടാകുന്നതെന്ന് അവർ ധരിച്ചു. ഷാമന്മാർ, പുരോഹിതന്മാർ, രോഗശാന്തി നൽകുന്നവർ എന്നിവരെല്ലാം ആചാരങ്ങൾ, മതങ്ങൾ, മന്ത്രങ്ങൾ, ബലികൾ എന്നിവയെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി.
മതം ഒരുപക്ഷെ അവർക്ക് മരുന്നായിരുന്നു. നൂറ്റാണ്ടുകളോളം മഹാമാരികളെല്ലാം അതേപോലെ പകർച്ചവ്യാധികളും സൂക്ഷ്മാണുക്കൾക്ക് പകരം പാപമോ ശാപമോ ഉപയോഗിച്ചാണ് വിശദീകരിച്ചിരുന്നത്. അതായത് മൈക്രോബയോളജി, ഇമ്മ്യൂണോളജി എന്നിവയുടെ അഭാവത്തിൽ മതം ഒരു പരിപൂരകമായി. മനഃശാസ്ത്രമോ തത്വശാസ്ത്രമോ നിലവിൽ ഇല്ലായിരുന്നതിനാൽ നന്മയും തിന്മയും മനസ്സിലാക്കാൻ ആളുകൾ പ്രയാസപ്പെട്ടു. അവിടെ മതം ദൈവികമായ കൽപ്പനകൾ നൽകി. കൊല്ലരുത്, മോഷ്ടിക്കരുത്, മുതിർന്നവരെ ബഹുമാനിക്കുക, കുടുംബത്തെ സ്നേഹിക്കുക എന്നിങ്ങനെയുള്ള കൽപ്പനകൾ. ധാർമ്മികത ദൈവങ്ങളുടെ അധികാരത്തിൽപ്പെടുത്തി അല്ലെങ്കിൽ അധികാരത്തിന് കീഴിലാക്കി ദൈവിക ശിക്ഷയെക്കുറിച്ചുള്ള ഭയത്തിലൂടെയോ പ്രതിഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയിലൂടെയോ അനുസരണം ഉറപ്പാക്കി. അതായത് ധാർമ്മിക ശാസ്ത്രം അഥവാ എത്തിക്സ്, നിയമം, സാമൂഹിക ശാസ്ത്രം എന്നിവ നിലവിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു വിടവ് മതങ്ങൾ നികത്തി. നദീതല സംസ്കാരം വളർന്നതോടുകൂടി സമൂഹങ്ങൾ വളരാൻ തുടങ്ങി. അതോടുകൂടി വലിയ സമൂഹങ്ങൾക്ക് സഹകരണം ആവശ്യമായി വരികയും ചെയ്തു. പൊതുവായ മിഥ്യകളും ധാർമ്മികതയും ആചാരവുമെല്ലാം സമൂഹങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ സമൂഹത്തിലെ മനുഷ്യർക്കിടയിൽ അടുപ്പബോധം വർദ്ധിപ്പിച്ചു. ഒരേ ദൈവത്തിലുള്ള വിശ്വാസം അപരിചിതർക്ക് പരസ്പരം വിശ്വസിക്കാനും വ്യാപാരം നടത്താനും ഒരേ നിയമത്തിന് കീഴിൽ ജീവിക്കാനും അവസരം നൽകി. യുവൽ നോഹ് ഹരാരി രചിച്ച 2011 പ്രസിദ്ധീകരിച്ച സേപ്പിയൻസ് എന്ന പുസ്തകത്തിൽ മതത്തെ കൂട്ടായ സഹകരണം പ്രാപ്തമാക്കിയ ഒരു പങ്കിട്ട കെട്ടുകഥയാണ് എന്ന് പ്രതിപാദിക്കുന്നത്. ചുരുക്കത്തിൽ രാഷ്ട്രീയം, സാമൂഹ്യശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം എന്നിവയുടെ അഭാവത്തിൽ മതം ഒരു പകരക്കാരനായി. മനുഷ്യൻ മതം എന്തിനു കണ്ടുപിടിച്ചു എന്നുള്ള ചിന്തയുടെ വെളിച്ചത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നത് മതം മനുഷ്യന് ശാസ്ത്രത്തിലേക്കുള്ള ആദ്യത്തെ ഒരു ശ്രമമായിരുന്നു എന്നാണ്. എന്നാൽ അത് പരീക്ഷണങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഭാവനയുടെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിൽ. അത് ക്രമരഹിതമായി കാണപ്പെട്ട പലതിനും ഒരു ഘടന നൽകി. ഉത്തരം നൽകാൻ കഴിയാത്തവയ്ക്ക് ഉത്തരങ്ങൾ നൽകി. മാത്രമല്ല ഭയത്തെ അഭിമുഖീകരിക്കുമ്പോൾ ആശ്വാസവും പകർന്നു. ചുരുക്കി പറഞ്ഞാൽ ഗുഹാവാസിയായ പ്രാചീന മനുഷ്യൻ ജീവിച്ചിരുന്ന ഗുഹയ്ക്കുള്ളിലെ തീജ്വാലയുടെ തിളക്കം മുതൽ ഇന്നത്തെ മഹത്തായ പള്ളികളും ക്ഷേത്രങ്ങളും വരെ മതം മനുഷ്യന്റെ അർത്ഥം തേടലിന്റെ ഒരു കണ്ണാടി. നാം ആര്, എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകാൻ നാം ആഗ്രഹിക്കുന്നു എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് നമ്മോട് സംവദിക്കുന്നുണ്ട്. തീർച്ചയായും മതം മനുഷ്യൻ കണ്ടുപിടിച്ചതാകാം, എന്നാൽ പലതരത്തിൽ മതം നമ്മെയും കണ്ടുപിടിച്ചു. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക്